അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. ആദരണീയരായ വേദിയെ ധന്യമാക്കുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രമുഖരായ വിശിഷ്ടാതിഥികൾ, പ്ലാറ്റിനം ഇയറിൻ്റെ 3 ദിവസ പ്രോഗ്രാമിലെ 2ാം ദിനത്തിലെ അവസാന സെഷനാണ് നമ്മുടെ ഈ പൊതുവേദിയിൽ വെച്ച് നടക്കുന്നത്. മതത്തിൻ്റെ മധുരാനുഭവങ്ങളെന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ കലമുൽ ഇസ്ലാം ബാബ ഉസ്താദ്, ഷാഫി സക്കാഫി മുണ്ടമ്പ്ര, അനസ് അമാദി പുഷ്പഗിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമാണ് ഇവിടെ ആരംഭിക്കുന്നത്. മതം മനുഷ്യ മാനവ സമൂഹത്തിൻ്റെ ആരംഭകാലം മുതൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു സംവിധാനമാണ്. മതത്തിൻ്റെ മധുരാനുഭവങ്ങളെന്ന് പറയുമ്പോൾ മതം മധുരമായും അത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് കാര്യങ്ങൾക്കും സന്തോഷവും സൗന്ദര്യവും പകരണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെ സമഗ്രമായി പ്രതിപാദിക്കുകയും മനുഷ്യന് വേണ്ടി സംവിധാനിക്കപ്പെട്ട ഒരു മതത്തിനാണ് ആ മധുരാനുഭവങ്ങൾ സമ്മാനിക്കുവാനും അതുപോലെ മതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യങ്ങൾ മനുഷ്യന് അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം വർത്തമാനകാലത്ത് ഏറെ കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാലത്ത് മതത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് നെഗറ്റീവായ ഒന്നും പറയാനില്ലാത്ത അത്രമേൽ സമ്പൂർണമായ ഒരു വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ സരണിയും അതിൻ്റെ കർമ്മസരണിയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രായോഗിക ജീവിതത്തിലെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്തെല്ലാം പരിശോധിക്കുമ്പോഴും മനുഷ്യനെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇസ്ലാമിനെ നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം എന്തുകൊണ്ട് മധുരാനുഭവങ്ങൾ മാത്രം നൽകുന്ന വിശ്വാസവും കർമ്മങ്ങളും ആചാരങ്ങളും അതുപോലെ ജീവിതത്തിൻ്റെ മറ്റ് വ്യവഹാരങ്ങളിലെ നിയമങ്ങളെല്ലാം മനുഷ്യന് ഇസ്ലാം പകർന്നുകൊടുത്തു എന്ന് നാം നിരീക്ഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട വചനം നമുക്ക് തീർച്ചയായും ആ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നല്ലാഹ സ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിശ്ചയമായും സൃഷ്ടാവായ അള്ളാഹു മതത്തെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുകയാണ്, തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മതം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മതത്തിൻ്റെ ഗുണഭോക്താവും ഉപഭോക്താവും അത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ
മനുഷ്യന് വേണ്ടിയാണ് മതത്തെ സംവിധാനിച്ചത് എന്നതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് വേണ്ടിയല്ലാത്ത ഒരു മതം, മനുഷ്യന് വികാരമുണ്ട്, വിചാരമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളുള്ള മനുഷ്യൻ്റെ ആ വികാര വിചാര ആഗ്രഹമോഹങ്ങളെയൊക്കെ സഫലീകരിക്കുന്ന തലത്തിലുള്ള ഒരു മതനിയമത്തിന് മാത്രമേ മനുഷ്യന് മതമെന്നതിൻ്റെ പേരിൽ മധുരാനുഭവങ്ങളും അതുപോലെ സൗന്ദര്യവും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ സുദീർഘമായി ആമുഖ ഭാഷണം നടത്തുന്നില്ല. അപ്പോൾ മനുഷ്യന് വേണ്ടി സംവിധാനിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതിയാകുന്ന വിശുദ്ധ ഇസ്ലാമിനെ പരിശോധിക്കുമ്പോൾ ആ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങൾ ഓരോന്നും അതിൻ്റെ ഐച്ഛികവും അല്ലാത്തതുമായ കർമ്മങ്ങളും അത് മനുഷ്യനോട് ആചരിക്കാൻ പറഞ്ഞ ആചാരങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വിശുദ്ധ ഇസ്ലാം നിയമമായി കൊണ്ടുവന്ന നിയമസംഹിതകളെല്ലാം നാം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ മനുഷ്യനെ മാനിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ അന്തസ്സിനെ മാനിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ സൗന്ദര്യത്തെ മാനിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ കുടുംബത്തെ അതുപോലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള അവൻ്റെ ആവശ്യങ്ങളും പുരോഗതികളെയൊക്കെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ഇസ്ലാം ലോകത്തോട് ഇസ്ലാം മനുഷ്യരോട് സംവദിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയ സൗന്ദര്യവും ആത്മീയ സൗന്ദര്യവും പ്രയോഗ സൗന്ദര്യവും ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബഹുമാന്യരായ നേരത്തെ നമ്മുടെ ഈ വേദിയിൽ ആദരിക്കപ്പെട്ട സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ അഭിമാനമായ പണ്ഡിത ശ്രേഷ്ഠരായ കലമുൽ ഇസ്ലാം കോടമ്പയ ബാബ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാന്യരായ ഷാഫി സക്കാഫി മുണ്ടമ്പ്ര, അതുപോലെ അനസ് അമാനി, പുഷ്പഗിരി അടക്കമുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.